നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. സ്ത്രീകളിലും കുട്ടികളിലും വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ മത്രയിൽ ലൈബ്രറി സംവിധാനം ആരംഭിച്ചു. വായനാശീലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ലൈബ്രറി സംവിധാനം നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മത്ര KMCC റാഷിദ് പൊന്നാനി ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. ബൽഖീസ് സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. ഷെയ്ഖ് ഉസ്താദ് പ്രാർത്ഥന നിർവഹിച്ചു. ഫൈസൽ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറിയിലേക്കുള്ള ആദ്യ പുസ്തകം ഷുഹൈബ് എടക്കാട് വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി വസീമ റഹ്മാന് കൈമാറി. KMCC വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി വസീമ റഹ്മാൻ സ്വാഗതവും ആയിഷ അൻവർ നന്ദിയും പറഞ്ഞു. ഖത്തറിലെ സ്വദേശികൾക്കും വിവിധ രാജ്യക്കാരായ താമസക്കാർക്കും സന്ദർശകർക്കും മാമ്പഴ മധുരം സമ്മാനിച്ച ഇന്ത്യൻ മാമ്പഴ മേളയിൽ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. മെയ് 30 മുതൽ ജൂൺ 8 വരെ 10 ദിവസം നീണ്ട ഇന്ത്യൻ മാമ്പഴ മേളയിൽ 127 ടൺ മാമ്പഴം വിറ്റഴിഞ്ഞതായി സൂഖ് വാഖിഫ് അധികൃതർ അറിയിച്ചു. സൂഖ് വാഖിഫുമായി സഹകരിച്ച് ഇന്ത്യൻ എംബസിയും IBPCയുടെയും നേതൃത്വത്തിലാണ് ആദ്യ മാമ്പഴമേളയ്ക്ക് ഇത്തവണ വേദിയായത്. ആദ്യ ദിനം മുതൽ വൻ സ്വീകാര്യത നേടിയ മേളയിലേക്ക് ഓരോ ദിവസങ്ങളിലും ആയിരങ്ങൾ എത്തിച്ചേർന്നു. ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന് പുറമെ സ്വദേശികൾ, വിവിധ GCC രാജ്യക്കാർ, യൂറോപ്യൻ ഉപഭോക്താക്കൾ എന്നിവരും സൂഖിലെത്തി മാമ്പഴമേളയുടെ ഭാഗമായി. 40ഓളം വൈവിധ്യമാർന്ന ഇനം ഇന്ത്യൻ മാമ്പഴങ്ങളാണ് 10 ദിന മേളയിൽ വിൽപ്പന നടത്തിയത്. തൃശൂർ നാട്ടുകൂട്ടം സംഘടിപ്പിച്ച സമേതം 2024 കുടുംബ സംഗമവും കലാസാംസ്കാരിക സന്ധ്യയും അരങ്ങേറി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇസ്മായിൽ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകൻ സാജിദ് ആറാട്ടുപുഴ ഉദ്ഘാടനം ചെയ്തു. നാട്ടിൽ സ്വന്തമായി ഒരു വീട് എന്ന വിഷയത്തിൽ സിഡ്ബി ചെയർമാനും റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മുൻ പ്രസിഡന്റുമായ AA അബ്ദുൽ ലത്തീഫും സംസാരിച്ചു. മതിലകം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആബിദ് അലി മുഖ്യാതിഥിയായി. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.